ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു ഗൈസ്. ഓക്കെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, ക്ലാസ്സൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ സംഭവമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. സ്മാർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനല്ല, ഒരു എന്താ പറയുക, ചലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്കൊരു 200 പോയി നമുക്ക് എന്തായാലും കിട്ടും ഗൈസ്. പിന്നെ വേറെ എന്താ വന്നതെന്ന് നമുക്ക് നോക്കാം. പാക്ക് പറയുകയാണെങ്കിൽ പാക്ക് നമ്മുടെ പ്ലെയർ ഓഫ് ദിക്ക് നമ്മുടെ യമാലൊക്കെ വന്നിട്ടുണ്ട്. യമാൽ, അതുപോലെ തന്നെ ഹാരി കെയ്ൻ, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡീലൈറ്റൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദിക്കിനൊക്കെ ആര് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ യമാലാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ ബ്രസീലിൻ്റെ ഒരു പാക്ക് വന്നെടുക്കുന്നുണ്ട്. ഓക്കെ, ബ്രസീലിൻ്റെ പാക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലീഗിൻ്റെ ഒരു പാക്ക് വന്നെടുക്കുന്നുണ്ട്. അത് ഹാലൻഡൊക്കെ ഉണ്ട്. പിന്നെ സ്പാനിഷ് ലീഗ്, പിന്നെ അതുപോലെ തന്നെ ഇറ്റാലി ലീഗിൻ്റെ ഒരു പാക്ക് വന്നെടുക്കുന്നുണ്ട്. എപ്പി പാക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാക്കിൻ്റെ കാര്യം പറയാനുള്ളത്. പാക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് എന്താ വന്നിട്ടുള്ളതെന്ന് നോക്കണം. ഓക്കെ, മിഷൻസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവിനകത്ത് എന്താണ് വന്ന് നടക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവിനകത്ത് കുറേ പുതിയ ഒബ്ജക്റ്റീവ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കളിച്ച് എന്തായാലും 100 രൂപേനൊക്കെ എടുക്കാൻ നോക്കുക ഗൈസ്. അപ്പോൾ അതങ്ങനെ സെറ്റാക്കുക. പിന്നെ വേറെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് നോക്കണം. മാച്ചിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓക്കെ, ഇതെന്താണ്? ഗൈസ്, നമുക്ക് ഇതിനകത്തു നിന്നൊരു സ്ട്രിപ്പ് കിട്ടും. ബയൺ മ്യൂണിക്കിൻ്റെ ഒരു ജേഴ്സി നമുക്ക് എന്തായാലും ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വേറെ എന്താണ് വന്നിട്ടുള്ളത് നോക്കാം. നമ്മുടെ ഫ്രീ സ്പിൻ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതിനകത്താണ് ഫ്രീ സ്പിൻ ഉണ്ടാവുക. നാഷണൽ ടീമിൽ ഫ്രീ സ്പിൻ ഉണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം നേരത്തെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാച്ചിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ കോയിൻ കിട്ടുന്ന മാച്ച് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണ് നമ്മുടെ 200 കോയിൻ കിട്ടുന്ന ഒരു എന്താ പറയുക, ചലഞ്ചുള്ളത്. ഓക്കെ, ഇതിനകത്ത് 30, 60, 40. ഗൈസ്, നമുക്കിതിനകത്ത് 100 കോയിന് ഇപ്പോൾ കിട്ടുള്ളൂ. ബാക്കി 100 കോയിൻ നമുക്ക് 26-ാം തീയതി, അതായത് അടുത്ത വ്യാഴാഴ്ച എന്തോ കിട്ടും നമുക്ക്. ഓക്കെ, അതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 200 കോയിൻ അതിനകത്തുനിന്ന് ഉണ്ടാക്കാം. വേറെ ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണ്? അല്ല ഗൈസ്, ഇത് കോയിൻ ഇവൻ്റ് അല്ല. ഓക്കെ, വേറെ കോയിൻ ഇവൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് സെറ്റായി. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെന്തായാലും മാച്ചൊക്കെ കളിച്ച് എന്തായാലും നമ്മൾ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് സ്പിന്നെടുക്കാം. പ്ലെയർ ഓഫ് ദിക്കാണ് ഞാൻ മെയിനായിട്ട് നോക്കണേ. പ്ലെയർ ഓഫ് ദിനകത്ത് എനിക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റിനെ കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, പ്ലെയർ ഓഫ് ദ വീക്ക് ഞാൻ എന്തായാലും കോയിൻ സേവ് ചെയ്യുകയാണ്. നെയ്മറിൻ്റെ പാക്ക് എടുക്കണം എന്നുണ്ട്. അപ്പോൾ നെയ്മറിൻ്റെ പാക്ക് എടുക്കാൻ വേണ്ടി എന്തായാലും ഞാൻ കോയിൻ സേവ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നെയ്മറിൻ്റെ മെസ്സിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഹാരി കെയ്ൻ ടാർഗറ്റാണ്. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, ബട്ട് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ യമാൽ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ യമാലിനുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ മെയിൻ ടാർഗറ്റ് യമാലാണ്. എനിക്ക് തോന്നുന്നു യമാലിൻ്റെ ഫസ്റ്റ് പ്ലെയർ ഓഫ് ദി ആണെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അതുപോലെ തന്നെ ഡീലൈറ്റിൻ്റെ ടാർഗറ്റാണ്. ഫ്രണ്ടിൽ കിടക്കുന്ന 3 പേരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. അതിനകത്ത് ആരെ കിട്ടിയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കോയിൻ വെച്ച് എന്തായാലും ഞാൻ കറക്കില്ല ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോയിൻ വെച്ച് നമ്മൾ കോയിൻ സേവ് ചെയ്യാണ്. നെയ്മറിൻ്റെ പാക്ക് അല്ലെങ്കിൽ മെസ്സിയുടെ പാക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കോയിൻ സേവ് ചെയ്യാണ്. അപ്പോൾ നെയ്മറിൻ്റെ പാക്കായിരിക്കും ഞാൻ മിക്കവാറും എടുക്കുക. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിനകത്ത് നിന്ന് ആരെ കിട്ടും നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ക്യാൻസലൊക്കെ ചെയ്ത് ചുമ്മാ കറക്കി നോക്കാം ഗൈസ്. എൻ്റെ ടാർഗറ്റ് യമാലാണ്. കൊനാമി പ്ലീസ് യമാലിനെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, യമാലിനെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കിയിട്ട് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഹിയർ വി ഗോ. ഫ്രീ സ്പിൻ എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഉള്ളിൽ പച്ച കളറും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്നു യമാലാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഒക്കെ നോക്കാം ആരാണ്. ഇംഗ്ലീഷ് ലീഗാണ്, നമ്പർ 4 ഡീലൈറ്റാണ് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു കാർഡാണെന്ന് തോന്നുന്നു. ഡീലൈറ്റാണ്.
എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. ബിൽഡപ്പ് ആയിരിക്കും മേ ബി. ഓക്കെ, എന്തായാലും ടാർഗറ്റ് ആയിരുന്നു ഡീലേറ്റ്. സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.